ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബീഫ് മന്തി ആട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ മയോണൈസ് നിർബന്ധമാണ് മന്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വിഷമില്ലാത്ത രീതിയിലുള്ള മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. മുട്ടയൊക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കണ. അപ്പോൾ ഇപ്പോൾ ബീഫൊക്കെ കിട്ടീന് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ മന്തിയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ റൈസാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബാബു 1.5 കിലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് ബീഫ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫ് കഴുകി വെച്ചാണ്. പിന്നെ വേറെ ബീഫും ഉണ്ട് കേട്ടോ. ഇത് നമുക്കല്ല, നമ്മൾ അടുത്ത വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്ത അവിടെ ഇല്ല. അപ്പം താത്താൻ്റെ അനിയത്തിയും കുട്ടികളും അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് എന്തേലും ചോറിന് കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിനി. അപ്പം എന്തേലും നല്ല ബീഫ് വാങ്ങുകയാണെങ്കിൽ ബീഫ് വാങ്ങുകയാണെങ്കിൽ എനിക്കും വാങ്ങുകൊണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ താത്ത. അപ്പോൾ ഞാൻ അങ്ങനെ ബീഫൊക്കെ ഞാൻ വാങ്ങിയതല്ല, ബാബു വാങ്ങിക്കൊണ്ടുവന്നതാണ്. നമുക്ക് വാങ്ങിയപ്പം ഓർക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിക്കണം രണ്ടും കഴുകി വെച്ചിട്ട്. അപ്പോൾ അത് മൺചട്ടിക്ക് ഇട്ട് കൊടുത്ത് കഴിക്കിടാനുള്ള ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടേന്. അങ്ങനെ അതിനും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഇത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ അവിടെ ചെറിയ കുട്ടികളില്ലതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പം ഓരത് ആദ്യം അടുപ്പത്താക്കാമെന്ന് കരുതി അങ്ങനെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കും. എനിക്ക് ഇങ്ങനെയാണ് കൈ കൊണ്ട് കുഴച്ചെടുത്താലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള ഫുഡാകുമ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കുഴക്കും. അല്ല പുറത്തേക്ക് കൊടുക്കാനുള്ളതൊക്കെ ആകുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പെരിഞ്ജീരകം ഇതിക്ക് ചേർത്തിട്ടില്ലേന് കേട്ടോ. പെരിഞ്ജീരകം പൊടിച്ചതിൻ്റെ അടുത്തില്ല, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകം അങ്ങനെ തന്നെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാമെന്നാൽ പിന്നെ അതവിടെ കടന്നിട്ട് വേവുമല്ലോ. പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ളത് കുക്കറിലും വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ ബീഫ്. അപ്പോൾ നല്ല മൂപ്പുള്ള ബീഫാണ് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ നേരം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വേവാൻ വേണ്ടിയിട്ട്. ചില ബീഫ് എളുപ്പം വേവും, ചിലത് അതിന് വേണ്ടി വെന്തിട്ടാൽ കുറേ സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഞാൻ നല്ലോണം കുഴച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുപ്പ് വന്ന് കത്തിച്ചിട്ട് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ നെയ്യപ്പത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ലേനോ. ആ നെയ്യപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ മന്തി ഉണ്ടാക്കാനും ഈ ബീഫ് ഉണ്ടാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിനത്. അപ്പോൾ രണ്ടും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും. അങ്ങനെ ആ ബീഫ് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ബീഫ് മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. പെരുന്നാളൊക്കെ ആകുമ്പോൾ ബീഫ് മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് നോക്കിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. എവിടെയും ഫ്ലോപ്പായി പോകില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ 4 കപ്പ് അരി കേട്ടോ. ഇത് നല്ലോണം കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ എൻ്റെ കൈമന്ന് എന്തോ ഒരു കുറുമ്പായിക്ക് ചാടിയ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കഴുകിയതാണ്. അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാനെടുത്ത അരി സെല്ല ബസുമതി റൈസ് ആട്ടോ കൊടുത്തിട്ടുള്ളത്, ഇന്ത്യ ഗേറ്റിൻ്റെ. അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം വേണം. അപ്പോൾ ഇനി വേണ്ടതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര വലിപ്പം വേണമെന്നില്ല കേട്ടോ. അത് കുറച്ച് വലിപ്പമുണ്ട്. ചെറിയ ക്യാപ്സിക്കം ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 1 കിലോ മന്തിയല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ഇനി കമൻറ്റ് ബോക്സിൽ വരും, കമൻ്റ് ഇടും ഇങ്ങനെ നല്ല മന്തി ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ആട്ടോ ഉണ്ടാക്കൽ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള മന്തി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരുപാട് മുന്നേ ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ചെയ്തതാണ്. അപ്പം അത് നോക്കിയിട്ട് അതേപോലെ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ കൂട്ടുകാർ തന്നെയാണ് കേട്ടോ. ആ വീഡിയോ ഒക്കെ നോക്കിയാൽ അറിയാം. അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള മന്തി ഉണ്ടാക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻറ്റ് വന്ന നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. പഴയ വീഡിയോസൊന്നും ചില ആൾക്കാർ കണ്ടോളണമെന്നില്ല. നമ്മളെ ചാനലിലുണ്ട് ഹൈഫ കിച്ചൺ മന്തി എന്ന് അടിച്ചു കൊടുത്താൽ മതി. ചിക്കൻ മന്തി ആണെങ്കിൽ ചിക്കൻ മന്തി, ബീഫ് മന്തി ആണെങ്കിൽ ബീഫ് മന്തി. 2 കിലോൻ്റെ റെസിപ്പി ഉണ്ടാവും, 1 കിലോൻ്റെ റെസിപ്പി ഉണ്ടാവും, 5 കിലോൻ്റെ റെസിപ്പി ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ
ഉണ്ടാക്കുമ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പം നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ എല്ലാവരും പറയൽ. അങ്ങനെ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നതും. അങ്ങനെ ഒരു ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു സവാളൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതിയിലേറെ ചെറിയൊരു കഷ്ണം കൂടെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ അതേപോലെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. പുതിനയില കുറച്ച് മതി, മല്ലിയില ഒരു തണ്ട് അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ടായിനും, അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കർക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ പെരുജീരകവും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2-3 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ അതും ചേർത്ത് കൊടുത്തു. അതേപോലെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, മാഗി ക്യൂബ് ഒരു 1.5 കട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കട്ട ആദ്യം പൊട്ടിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ അതാ ഒരു 1/2 കട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതിയോടെ മാറ്റി വെച്ചത് എന്തിനാ വെച്ചാൽ നമുക്ക് അരി തിളപ്പിച്ച് ഊറ്റുമ്പോൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ചേർക്കേണ്ടി കേട്ടോ. അത് ഞാൻ ആ സമയത്ത് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ തക്കാളിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചല്ലോ, ആ ഒരു തക്കാളിൻ്റെ ജ്യൂസും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ മന്തി മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അത് 2.5 സ്പൂൺ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മന്തി ആണെങ്കിൽ ഇതിലേറെ കുറച്ചും കൂടെ വേണം കേട്ടോ സൺഫ്ലവർ ഓയിൽ. ഇതിപ്പോൾ ബീഫ് മന്തി ആയതുകൊണ്ട്, ബീഫ് ആയതുകൊണ്ട് അതിൽ തന്നെ നെയ്യൊക്കെ ഉണ്ടാവും, അപ്പോൾ കുറച്ച് മതി. പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ. അപ്പോൾ അരമുറി ചെറുനാരങ്ങൻ്റെ നീരും അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത നാരങ്ങ വേണം. അപ്പോൾ അത് ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ചെറിയൊരു ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അരി തിളപ്പിച്ച് ചുറ്റുമ്പം ആ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു നാരങ്ങൻ്റെ ആ കഷ്ണം ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അതിങ്ങനെ കൈ കൊണ്ട് ഞെവിടണില്ല. ബാക്കിയുള്ളതൊക്കെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മാഗി ക്യൂബ് ചേർത്തില്ലേ, അതുകൊണ്ട് ഉപ്പ് ചേർക്കണമെന്നില്ല. ഇനി ഉപ്പിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്തുകൊണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ബീഫും അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ചേർക്കണ്ട, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലുമാണ് കേട്ടോ അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവട്ടെ. പിന്നെ ഞാനിവിടെ അടുപ്പത്ത് പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള ബീഫ് അടുപ്പത്ത് വെച്ചിനല്ലോ, അതൊന്ന് അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിന്. അപ്പോൾ ബീഫൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിച്ച് കൊടുത്ത് പിന്നെ അതാ എൻ്റെ റിച്ച് മോനെ കളിക്കാൻ പോയപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ എന്താണെന്നുള്ളത്? പറങ്കി മാങ്ങയാണ് കേട്ടോ. ഇവിടെ പറങ്കിയാങ്ങ എന്നാണ് പറയല് ഞങ്ങളൊക്കെ. അപ്പം ചില ആൾക്കാർക്കൊക്കെ ഇത് അറിയാം. ഇതൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. അപ്പം ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഈ കടിച്ചാപ്പറിച്ചൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് കഴിക്കാൻ ഭയങ്കര പൂതിട്ടോ. അപ്പം റിച്ചുവിനും അറിയാം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ കൊണ്ടുവന്നതാണ് എനിക്ക്. അപ്പോൾ ഞാനിത് അത് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ഒരു ബാക്ക് വശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് മുളക് പൊടി ഇങ്ങനെ വിതറി കൊടുത്തിട്ട് അങ്ങനെ ഉപ്പ് തിരുമ്പി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം കുട്ടികൾ ചോദിച്ചാൽ ചിലർക്ക് അറിയൂല, ചിലർക്ക് അറിയും. കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് എല്ലാവരുടെ തൊടിയിലും ഉണ്ടായിനി, അധിക വീടുകളിലും ഉണ്ടായിനി. പിന്നെ അണ്ടിയും പറങ്കി മാങ്ങയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വല്ലാതെ അറിയില്ല. കാരണം അത് എല്ലായിടത്തും കാണുന്നില്ല അങ്ങനെ അല്ലേ. നമ്മളവിടെ തന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഓനക്ക് അവിടെ നിന്നോ കിട്ടിയതാണ്. അപ്പോൾ ഹൈഫക്കുട്ടിക്ക് മനസ്സിലായിട്ടില്ലേന് കേട്ടോ. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പറങ്കി മാങ്ങയാണെന്നുള്ളത്. മറ്റവർക്കൊക്കെ പിന്നെ അറിയാം. അങ്ങനെ അത് അവിടെ ഞാൻ അരി തിളപ്പിച്ച് വിറ്റാല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തേക്കും അതേപോലെ ഗ്രാമ്പും പട്ടയും ഏലക്കായൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ നല്ല ജീരകവും പെരുജീരകവും ഒക്കെ ആ വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു കറുത്ത നാരങ്ങൻ്റെ പീസ് ഇട്ട് കൊടുത്തു. അതേപോലെ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ മാഗി ക്യൂബിൻ്റെ ഒരു പീസ് അവിടെ മാറ്റി വെച്ചിനല്ലോ, അതും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളം തിളക്കട്ടെ. പിന്നെ ഞാൻ ബീഫ് തുറന്ന് നോക്കിയിട്ടോ. ബീഫ് ഞാൻ കുറച്ച് നേരമായി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ആ പ്രഷർ പോയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ടോ. ഒരു 2-3 വിസിലും കൂടി അടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേന് സമയം 12 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുപ്പത്തത്തെ ബീഫ് നോക്കിയപ്പം അടുപ്പത്തത്തെ ബീഫും അതേപോലെ തന്നെ ശരിക്കും ഇങ്ങോട്ട് വന്നിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വേവാണ്ട്.
അപ്പോൾ ഇത് അടുത്ത വീട്ടിൽ കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അവിടെ ചെറിയ കുട്ടികളൊക്കെ അല്ലേ, അതാ നേരത്തെ ഒരുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ നമ്മളെ ചെറിയ കുക്കറിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിച്ചിട്ട് അതിക്ക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് അതിക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കും. അപ്പോൾ പാകത്തിന് വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ, എണ്ണയ്ക്ക് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം എളുപ്പപ്പണി കേട്ടോ അതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ പണികൾ കേട്ടോ. അപ്പം അടുപ്പത്ത് തന്നെ ആകുമ്പോഴേ കുറേ നേരം പിടിച്ചും. ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനാണെങ്കിൽ ആക്കം പോലെ കടന്നിട്ട് അങ്ങനെ ചാമ്പി കടന്ന് വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും, നല്ല കറുത്ത കളറൊക്കെ ആയിട്ട് കിട്ടും. അപ്പം അതിനെനിക്ക് നേരമില്ല, ഇത് അപ്പുറത്തെ പെരയ്ക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലോണം വെന്തിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനി അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. എന്നിട്ട് 2-3 വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്യും. പിന്നെ പ്രഷർ പോയിട്ട് തുറന്ന് നോക്കും. എന്നിട്ട് വെന്തിക്കണമെങ്കിൽ കൊടുത്തയക്കും, വന്നിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും വിസിലടുപ്പിക്കും. അങ്ങനെ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതേപോലെ 1 ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ട നമുക്ക് കട്ട് ചെയ്തിട്ട് ജാർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ മഞ്ഞ ഭാഗം മാറ്റിയിട്ടില്ല കേട്ടോ, അത് വേണമെങ്കിൽ മാറ്റാം, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ മാറ്റാം, ഇവിടെ കുഴപ്പമൊന്നുമില്ല, മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്, അതും നമുക്കിതിലേക്ക് കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കുക. ഈ മയോണൈസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പച്ച മുട്ടയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. അതേപോലെ ഉരുളക്കിഴങ്ങും നല്ലതല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതും നമ്മൾ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുന്നേ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പാലും കുറച്ച് മതി, ഒരു 2-3 സ്പൂൺ പാല് മതി. ഇനി സുർക്ക ഒഴിച്ചു കൊടുക്കുക ഒരു പുളിക്ക് വേണ്ടിയിട്ട്. സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, ആദ്യം ഞാൻ ആ ഉരുളക്കിഴങ്ങും മുട്ടയും ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നീനി കേട്ടോ. എന്നിട്ടാണ് അതിക്ക് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ പൾസ് ചെയ്ത് നമുക്കറിയാലോ മയോണൈസ് ഉണ്ടാക്കുമ്പം എങ്ങനെ ചെയ്യലെന്നുള്ളത് നമുക്കറിയാലോ. അതേപോലെ പൾസ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നല്ലോണം കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ പാകത്ത് ഇതിന് കിട്ടും കേട്ടോ. അങ്ങനെ മയോണൈസ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബീഫ് വീണ്ടും ഞാൻ 2-3 വിസിലടുപ്പിച്ചാൽ വെച്ചിനി. അങ്ങനെ പ്രഷറൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ നല്ലോണം വേവണം, എന്നാലുള്ളൂ വയറിനും കുഴപ്പമുണ്ടാവില്ല, അതേപോലെ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക, അങ്ങനെ വെന്താലുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതൊന്നും ഇങ്ങോട്ട് മൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇതിൻ്റെ ആ 2 വശം ഒന്ന് മൊരിച്ചെടുക്കാനാണ്. ബീഫ് വെന്തതാണ്, എന്നാൽ ഇങ്ങനെ ആ എണ്ണയിലിട്ട് കണ്ട് നമ്മളിങ്ങനെ മൊരിച്ചെടുക്കുമ്പോഴേ കാണാനും നല്ലൊരു ഭംഗിയേക്കാരം, കറുത്തൊരു കളറായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്ത് കിടക്കണ കാണുമ്പം ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ കിടന്നിട്ട് മൊരിഞ്ഞു വരട്ടെ, പെട്ടെന്നാവും കേട്ടോ. 2 വശവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ അതവിടെ അരി തിളപ്പിച്ചുറ്റാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിനേലോ, അപ്പോൾ ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മന്തി മസാല എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കുറേശ്ശെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനെയുള്ളതൊക്കെ കുറച്ച് എടുക്കണം കേട്ടോ, തോനെ എടുക്കരുത്, കുറച്ച് മതി. അപ്പോൾ ബിരിയാണി മസാലയാവും ഒരുപാടായാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് പറഞ്ഞാണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതേപോലെ വലിയ ജീരകവും അതേപോലെ ചെറിയ ജീരകവും കുരുമുളകും പിന്നെ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ അതും ബേ ലീഫ് ഒക്കെ കൂടെ കൂട്ടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. മല്ലി അതേപോലെ മുളക് അങ്ങനെയൊക്കെ കൂടെ കൂട്ടി പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ബീഫ് പൊരിച്ചെടുക്കാൻ വെച്ചിട്ടില്ലേനോ, അതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്, 1 കിലോൻ്റെ അളവിലാണ് കാണിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഇത് 2 നേരം കഴിക്കാണ്ടേനി കേട്ടോ. ഉച്ചക്കും രാത്രിയിലും ഞങ്ങളിത് കഴിച്ചിട്ടുണ്ടേനും. ഞാൻ രാത്രി കഴിച്ചിട്ടില്ല, കുട്ടികൾ രാത്രി കഴിച്ചിട്ടുണ്ടേനും. എന്നാലും അത്രക്കും ക്വാണ്ടിറ്റി ഉണ്ടായിന് കേട്ടോ. നമ്മൾ മന്തിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ഇങ്ങനെ ഒരു ഫുള്ള് വാങ്ങിക്കുമ്പോൾ എത്ര 800 850 ഒക്കെ കൊടുക്കണം അല്ലേ, 900 അങ്ങനെ എത്രയോ ആണ് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം അത്ര ചിലവൊന്നും വരില്ല. അപ്പോൾ ചിക്കനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചിക്കൻ മന്തി ഉണ്ടാക്കുക. അപ്പോൾ കുട്ടികൾ ഇതേപോലെ പുതിയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും, പുറത്തൊന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്യും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും നിൽക്കരുത്, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ.
പിന്നെ നമ്മളെ ബീഫ് ഉണ്ടല്ലോ, അടുത്ത വീട്ടിൽ കൊടുക്കാനുള്ള ബീഫ്, അത് അതിൻ്റെ വിസിലും അതേപോലെ 2-3 വിസിലടിച്ച് ഞാൻ പ്രഷർ കളഞ്ഞതാട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് വേഗം കൊടുത്തേക്കാം. സമയം 12:35 കഴിക്കണം കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടിൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതതിൻ്റെ ഇടയിൽ പാത്രത്തിലാക്കി അത് കൊടുത്തയച്ചിട്ടോ. പിന്നെ ഇതാ നമ്മൾ മന്തി ഉണ്ടാക്കുകയാണ് ഇനി. അപ്പോൾ ഇതാ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തപ്പം അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതാ നമ്മൾ ദം ചെയ്തെടുക്കുന്ന ചെമ്പക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പം അതേപോലെ എന്താ നമ്മൾ ഇപ്പോൾ പൊരിക്കാൻ വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ആ ഒരു എണ്ണയോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ 2 ലെയറായിട്ടാട്ടോ നമ്മൾ ബീഫ് ചേർക്കുന്നത് ഇതിലേക്ക്. പിന്നെ അതിൻ്റെ മേലേക്കാണ് നമ്മൾ അരി ഊറ്റിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് അരി ഊറ്റണ സമയം എങ്ങനെയാ വെച്ചാൽ അരി ഇങ്ങനെ വളഞ്ഞ് വരും, ആ സമയത്ത് വേഗം ഊറ്റണം കേട്ടോ, അല്ലെങ്കിൽ വെന്ത് പൊടിയും. നല്ലോണം വെന്ത് പൊടിയരുത്, അപ്പം മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല. പാകത്തെ വേവാവും വേണം. അപ്പോൾ അരി ഒരു മണിക്കൂർ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും കേട്ടോ, കുറേ ടൈമൊന്നും വേണ്ട വേവാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അരി വളഞ്ഞ് വരുന്ന സമയത്ത് ഊറ്റണം. അങ്ങനെ ഇതാ അരി കുറച്ച് നമ്മൾ ഇതിലേക്ക് ഊറ്റിയിട്ട് കൊടുത്തു ചോറ്. പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മളെ ബീഫ് വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിന് ഞാനൊരു ഗ്ലാസ്സിൽ, അപ്പോൾ അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മന്തിക്കൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ റെഡ് കളറൊക്കെ വേണമെങ്കിൽ ചേർക്കുക. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ മായുള്ളതൊക്കെ ചേർക്കുന്നത്? നമ്മളെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിലും പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഒക്കെ കളറ് ചേർക്കണ്ട കേട്ടോ. ആദ്യത്തെ എൻ്റെ മന്തി റെസിപ്പിയിലൊക്കെ നിങ്ങൾക്ക് കാണാം കളറുണ്ടാവും. അന്ന് ഞാനും ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കളറ് ചേർത്തിനിയതാട്ടോ. പിന്നെ ഇപ്പം ഞാൻ കളറൊന്നും ചേർക്കലില്ല. അതേപോലെ നിങ്ങളും കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയാൽ മതി, ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ കേട്ടോ, മഞ്ഞ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ അരിയൊക്കെ ബാക്കിയുള്ളതും ഞാൻ അതിൻ്റെ മേലെ കൂടെ ഊറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ബീഫ് കുറച്ചവിടെ മാറ്റി വെച്ചിനി, അത് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താണ് കേട്ടോ. ഇനി ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് കനലിട്ടിട്ട് നമുക്കിനി സൺഫ്ലവർ ഓയിൽ കുറച്ച് അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പുക അതിക്ക് തട്ടിക്കോളും. ഇതും അതേപോലെ തന്നെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ പുക ഇടൽ. അപ്പോൾ ചാർക്കോൾ ഉണ്ടെങ്കിൽ സുഖമാണ്, അത് വെച്ചാലും മതി. നമുക്ക് പിന്നെ അടുപ്പിൽ കനലുണ്ടല്ലോ ഇഷ്ടം പോലെ, അപ്പോൾ ഞാൻ കനലാട്ടോ ഇട്ട് കൊടുത്തത്. അപ്പം ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കനൽമലാണ് കേട്ടോ നമ്മളിത് വെക്കുന്നത്. ഇനി തീയൊന്നും കത്തിച്ച് കൊടുക്കണില്ല, ആ കനൽമല അവിടെ കിടക്കട്ടെ. ഒരു 10-15 മിനിറ്റ് മതി. ഒരുപാട് സമയം നല്ല കനലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കരുത് കേട്ടോ, കനൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേഗം അടിഭാഗം കരിയും. നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന്. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ഒരുപാട് മസാലകളൊക്കെ ഉണ്ടാവും, പക്ഷേ മന്തിക്കാവുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടി പിടിക്കാൻ അയക്കരുത്. നടുവിലൊക്കെ ഉള്ള തീക്കാനിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ഇങ്ങനെ നീക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ കരി നമുക്ക് മാറ്റാം ഇതിൽ നിന്ന്, ഈ കരിയുള്ള പാത്രം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബീഫ് വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ലെയറായിട്ട് ചേർത്തല്ലോ, അതൊക്കെയാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. പിന്നെ ഇതിലേക്ക് വേറെ ഓയിലോ നെയ്യോ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിനിയും, അതേപോലെ ബീഫൊന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിനിയും. അത് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ, വേറെ ഓയിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളെ മന്തി നല്ല ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. ഇപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിക്കണ്. ചിക്കൻ മന്തി പിന്നെ ഉണ്ടാക്കലുണ്ട്, ബീഫ് മന്തി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ ആയിക്കണം കേട്ടോ. അപ്പം ഇനി പെരുന്നാൾക്കൊക്കെ ആരെങ്കിലും ബീഫ് മന്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പം ഇനി മന്തിയൊക്കെ കഴിക്കാൻ പൂതിയാകുമ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീഫോ ചിക്കനോ എന്താ നമ്മൾ എന്ത് മന്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ചിക്കനും റൈസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മന്തി മസാലയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതുള്ളൂ. നമ്മൾ ആ കിച്ചണിലുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ മന്തി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിക്ക് ഞാൻ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കിക്കണം കേട്ടോ. അതിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല, അത് പിന്നെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. സവാളയും തക്കാളിയും അതേപോലെ പച്ചമുളകും മല്ലിയിലും ഇട്ടാണ്ട് അരച്ചെടുത്തതാട്ടോ. കുറച്ച് സുർക്കി ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടാണ്ട്. അപ്പോൾ ആ ചമ്മന്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ്, അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വിഷമില്ലാത്ത മയോണൈസും. ഈ മന്തിയൊക്കെ കഴിക്കുമ്പോഴേ ഇവിടുത്തെ മക്കൾക്കൊക്കെ അധികം വേണ്ടത് മയോണൈസാട്ടോ. ഒരു മയോണൈസ് നല്ലോണം കോരിയിട്ട് കഴിക്കും. അപ്പോൾ പച്ചമുട്ട വെച്ചാണ് നിങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് മയോണൈസ് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതേപോലെ വീട്ടിൽ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയാണ്ട് മുട്ടയും കിഴങ്ങൊക്കെ പുഴുങ്ങിയാണ്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കുകൊണ്ട്, അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ.
അങ്ങനെ താട്ടോ ഞാൻ ആദ്യം ഒരു തട്ടക്ക് വിളമ്പിയിട്ടുണ്ട് ചോറ്, പിന്നെ അതിന് എടുത്ത് പ്ലേറ്റിക്കൊക്കെ വിളമ്പി കുട്ടികൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ എന്താണെങ്കിലും ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, എന്നിട്ട് ഞാൻ ഒരുക്ക് കൊടുക്കലുള്ളൂ. അപ്പോൾ ഒന്നും അതേപോലെ തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോറിന് എൻ്റെ ചിഞ്ചുമോളും ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ, ഈ ചോറ് ഓർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വിളമ്പിയാൽ അപ്പം അത് ഒരുക്ക് വേണ്ടി വരും. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, എനിക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. ഇത് നല്ല ചൂടാണ്, അതുകൊണ്ട് ബീഫ് കിട്ടായിട്ടാണ് കേട്ടോ. ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നുള്ളുമ്പം കൈയിൻ്റെ ഉള്ളിൽ ചെറിയൊരു മുറിയുണ്ട്, അപ്പം ചെറിയൊരു വേദന. അപ്പോൾ ചെറുതായിട്ടൊന്ന് പിച്ചിട്ടുള്ളൂ. ബീഫ് നല്ലോണം വേവണം കേട്ടോ, എന്നാലേ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.